ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ ഏതൊരു ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ മനോഹരമായ വീട് നിൽക്കുന്നത്. ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായി 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ട വിരിച്ചിട്ടുള്ള റോഡ് കാണാം. വീട് ഒരു ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ 1-2 വണ്ടി വീടിൻ്റെ പുറത്തായി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജാളി ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഈ വീട് കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് തന്നെയാണ് വീടിന് മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിലേക്കാണ്. അവിടെ കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം കാണാം. ഇവിടെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് വീടിൻ്റെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തന്നെയാണ്. കിഴക്ക് ഭാഗത്തേക്കാണ് ഡോറിൻ്റെ ദർശനം വരുന്നത്. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. അവിടെ വാൾപേപ്പറെല്ലാം ഒട്ടിച്ച് മനോഹരമായി തന്നെയാണ് ആ ഒരു TV യൂണിറ്റിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തു തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം. വൈറ്റും ഡാർക്ക് ഐവറി കളറിൽ വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലായി ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷൻ കൊടുത്തു തന്നെയാണ് കബോർഡ് വർക്കുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെയായി ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോയി നോക്കേണ്ടത്. താഴെ ഒരു ബെഡ്റൂമാണ് ലഭിക്കുക. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 13 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന കബോർഡ് വർക്കും കാണാം. ഈ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ ഒരു വാൾപേപ്പർ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഈ സൈഡിലെ ഭിത്തിയിലായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ബാത്റൂമിലായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു പോകാം. അവിടെയായി ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കേസിന് താഴെയായി സ്റ്റോറേജ് സ്പേസും ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ വരുന്ന ഹാൻഡിലും നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ്. നേരെ കാണുന്ന ഭിത്തിയിൽ 3 ലെയർ പറകോള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മാണം. ഇനി 1ാമത്തെ നിലയിലായി നമുക്ക് 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക. 1ാമത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂം ഏകദേശം 13 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാൻ ആക്സസ് ഉള്ളൊരു ഏരിയയിൽ തന്നെയാണ് ഈ മനോഹരമായ വീട് നിൽക്കുന്നത്.
ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന, അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കെല്ലാം കാണാം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 3 സെൻറ്റിലെ 1550 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 68 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.